നമ്മൾ ഷുഹൂദിനെ പറ്റിയാണ് പറയുന്നത്. ഷുഹൂദിൻ്റെ വ്യാഖ്യാനമാണ്. അതായത് നമ്മൾ 313 ക്ലാസ്സിൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ എന്ന് പറഞ്ഞിടത്ത് ജന്നത്തിന് വിശദീകരിക്കാം. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി, റബ്ബിൻ്റെ മുന്നിൽ, റബ്ബ് തൻ്റെ മുന്നിലുണ്ട് എന്ന ബോധം, ആ ബോധം റബ്ബ് തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന സന്തോഷകരമായി തന്നെ നോക്കി നിൽക്കുന്നുണ്ട്, റബ്ബ് തന്നിൽ റാളിയാണ് എന്ന ബോധം, അത് തനിക്ക് നഷ്ടപ്പെടരുത് എന്ന ചിന്തയിൽ ഓരോ സെക്കൻഡും തീർത്തു കൊണ്ടിരിക്കുന്ന ഏതൊരാൾക്കും, അയാൾ ആലിമാകണമെന്നില്ല, സയ്യിദാവണമെന്നില്ല, ആരും അങ്ങനെ ആയതുകൊണ്ട് ഇത് ലഭ്യമാവണം എന്നുമില്ല. ഒരാൾ ആലിമായതുകൊണ്ട് ഈ മണ്ണിൽ ഉൾപ്പെട്ടോളണം എന്നില്ല. ഒരാൾ സയ്യിദായതുകൊണ്ട് ഈ ഒരാൾ ആ മണ്ണിൽ ഒരാൾ സയ്യിദായതുകൊണ്ട് ഉൾപ്പെട്ടോളണം എന്നില്ല. ആലിമും സയ്യിദും ആയതുകൊണ്ട് ഉൾപ്പെടൂലെന്നും ഇല്ല. അതൊന്നും അല്ല മാനദണ്ഡം. മാനദണ്ഡം എന്താണ്? ഏതൊരു മണ്ണും ഒരു ഇനി ഒരു സെക്കൻഡിൽ ഒരു അമുസ്ലിമായ മനുഷ്യൻ, ആ അമുസ്ലിമായ മനുഷ്യൻ ഇതിലേക്ക് കയറി വന്നു, അപ്പോൾ അവൻ തസ്ദീഖൻ മുഅ്മിനായി. തസ്ദീഖൻ, ഹൃദയം കൊണ്ടവൻ അള്ളാഹുവിനെ അംഗീകരിച്ചു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ജനം അവനെ മുസ്ലിം എന്ന് പറഞ്ഞില്ലെങ്കിലും, ജനം അവനെ മുസ്ലിം എന്ന് പറഞ്ഞില്ല, അവൻ അള്ളാഹും അവനും തമ്മിലുള്ള കരാറിനെ അവൻ ബോധ്യപ്പെട്ടു. ഒരു അവൻ്റെ ആഗവനാകാം, അവൻ തോമസാകാം, അവൻ ഐസക്കാകാം, അവൻ ജനാർദ്ദനാകാം, അവൻ യശോദയാകാം, അവൻ ഗോപിയാവാം, മുഹമ്മദും ആവാം, അബ്ദുറഹ്മാനും ആവാം, ആരും ആവാം. ഏതൊരു ഏതൊരാൾക്കും ഉണ്ട് ഖാഫ. അയാൾ പേടിച്ചു. ഒരു സെക്കൻഡിലും ആ പേടി വന്നേക്കാം. ഇവിടെ ഒരു അബ്ദ് എന്ന് പോലും പറയുന്നില്ല. ഇബാദത്ത് എന്ന വസ്ഫ് കൊണ്ട് മുത്തസിഫായാലാണ് ആ അബ്ദിന് അബ്ദ് എന്ന് പ്രത്യക്ഷത്തിൽ ഖുർആൻ പറയാം. ഉദാഹരണം പറയാം. അള്ളാഹുവിൻ്റെ ഹബീബിനെയും അബൂജഹലിനെയും പറയുന്നിടത്ത് അള്ളാഹു പറയുന്ന പരിശുദ്ധ 1-ാം സൂറത്തിലെ 1-ാമത്തെ നുസൂലിൽ വന്ന സൂറത്താണല്ലോ അലഖ്. അലഖിൽ പറയുന്നിടത്ത് ഇവിടെ അല്ലദീ ഒരുത്തൻ എന്ന് പറഞ്ഞു അബൂജഹലിനെ, അബ്ദ് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫാനെ. എന്തുകൊണ്ട്? അബ്ദുന്നാസാണ്, ഇബാദത്ത് കൊണ്ട് മുത്തസിഫാണ്. ഇത് അപ്പം അങ്ങനെ ഒരു യോഗ്യനും ആയിക്കൊള്ളണമെന്നില്ല. ഇതൊരു സെക്കൻഡ് കൊണ്ട് മനുഷ്യനിൽ എത്തിച്ചേരുകയും ചെയ്യാം. ഇന്ന് രാവിലെ വരെ അവൻ ഇതിലില്ല. ഈ സെക്കൻഡിൽ അതിലേക്ക് കയറാം, ഈ മജ്ലിസിൽ വെച്ച് കയറാം, ഇവിടുന്ന് കയറാം, ഇവിടുന്ന് ഈ മണ്ണിൽ ഒരാൾക്ക് എത്തിപ്പെടാം. എന്തുകൊണ്ട്? പ്രത്യേകിച്ചും ഇതിനൊരുപാട് സാധ്യതയുമുണ്ട്. ഇതൊരു മുബാറക്കായ മജ്ലിസാണ്. വലത്തും ഇടത്തും അള്ളാഹുവിൻ്റെ ഇബാദത്ത് ഉണ്ടാവാൻ 100% സാധ്യതയാണ്. ഇതിൽ അള്ളാഹുവിൻ്റെ മലായിക്കത്തുണ്ടാകാൻ 100% സാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ജിന്ന് നേതാക്കന്മാരും മഹാന്മാരും അവരുടെ അഹ്ലുമെല്ലാം വർഷങ്ങളായി പങ്കെടുക്കുന്നൊരു പരിപാടിയാണിത്. വർഷങ്ങളനവധിയായി പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതായത് ഇത് തുടങ്ങിയ കാലം മുതലേ അവർ പങ്കെടുക്കുന്നു. അപ്പം നമ്മൾ അറിയാത്ത കാണാത്ത എത്രയോ ആളുകളുള്ള ഈ മജ്ലിസ്, അപ്പോൾ ആ മുജാവറത്ത് കൊണ്ട് അവരോട് ബന്ധപ്പെട്ടു അവരുള്ള മജ്ലിസിൽ നല്ല മനസ്സോടുകൂടെ ഇരുന്നു എന്ന നിലക്കും അവൻ്റെ മനസ്സിൽ ഒരു തള്ളൽ വരാം. വലിമൻ, അപ്പോൾ അവൻ ആ മണ്ണിൽ ചേർന്നു. ഖാഫ, ഏത് ഖാഫ, ആ അബ്ദിന് പേടിയാണ്. എന്ത് പേടിയാണ്? മഖാമ റബ്ബി, റബ്ബ് തൻ്റെ മുന്നിൽ ഖായിമാണ് എങ്കിൽ ജന്നത്താനി, അവൻ 2 സ്വർഗം ഉണ്ടാവും. ഏതാണ് 2 സ്വർഗം? ഒന്ന് ജന്നത്ത് ഷുഹൂദാണ്, 2 ജന്നത്ത് റുഇയത്താണ്. അതായത് 1 അനുഭവത്തിൻ്റെ സ്വർഗമാണ്,
അവൻ റബ്ബിനെ അനുഭവിക്കും. റബ്ബിനെ അനുഭവിച്ചവന് ഇനി ഒന്നും നോക്കണ്ടേയില്ല. റബ്ബിനെ അനുഭവിച്ചവനെ സംബന്ധിച്ച് കയറിയിരിക്കും കുട്ടികളെ, കയറിയിരിക്കും. ബാക്കിയുള്ള ആളുകൾ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഒന്ന് കയറിയിരുന്നാൾ ഒരാളെ കാല് വേറൊരാളെ തുടയിലേക്ക് കയറിക്കോട്ടെ, ഒന്നും പ്രശ്നമില്ല, എന്നിട്ട് കയറി. അത് ജന്നത്ത് ഷുഹൂദാണ്. അവൻ അനുഭവിക്കാണ്, റബ്ബിനെ അനുഭവിക്കാണ്. ഖാഫ മഖാമ റബ്ബി, സ്വർഗം നഷ്ടപ്പെടലല്ല അവന് പേടി. റബ്ബ് തൻ്റെ മുന്നിൽ തനക്ക് പൊരുത്തപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്ന ബോധം. ഇനി അത് നഷ്ടപ്പെടരുതെന്ന ബോധം. ഇതപ്പോൾ ഇന്നലെ വരെയും ഫാസിഖല്ലേ, ആയിക്കോട്ടെ, ഈ സെക്കൻഡിൽ അവന് തായിബാകാം. അപ്പം റബ്ബ് അവൻ്റെ മുന്നിൽ റാദിയായി നിൽക്കും. ഒരു സെക്കൻഡ് കൊണ്ട്, സെക്കൻഡ് അവിടെ ആവശ്യമില്ല, ഒരു മൈക്രോ സെക്കൻഡ് ആവശ്യമില്ല. ഇന്നലെ വരെ മുഴുക്കുടിയനാണ്, ഇപ്പോൾ ഈ നിമിഷം വരെ ഇപ്പം കള്ളുടിച്ചായിരിക്കണത്. അപ്പം അവൻ്റെ വയറ്റിൽ കള്ളുണ്ട്. കള്ള് വയറ്റിന് ദഹിക്കണതിന് മുമ്പ് അവൻ സ്വർഗാവകാശിയാവും. എങ്ങനെ? തായിബായി. തൗബക്ക് ഒരു സെക്കൻഡ് ആവശ്യമില്ല. ഒരു സെക്കൻഡ് ആവശ്യമില്ല. പള്ളെ കള്ള് കിടക്കാണ്, മൂക്കിലൂടെ കള്ള് പിഴിഞ്ഞെടുക്കാൻ പറ്റും, അതിന് മാത്രമുണ്ട്. എന്നാലും വ്യഭിചരിച്ചിട്ട് അവൻ ശുദ്ധിയായിട്ടില്ല. എന്നാലും റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണ് റബ്ബ്? അവിടെ ആ റബ്ബിനെ അനുഭവിക്കുന്നിടത്ത് നമ്മുടെ പുതിയ തലമുറ പരാജയപ്പെട്ടു. പ്രബോധകന്മാരും പരാജയപ്പെടുത്തി. പ്രബോധകന്മാർക്കും അള്ളാഹനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഉൾക്കൊള്ളാന്ന് പറഞ്ഞാൽ ഈ ഒരു സിഫത്തിനെ മനസ്സിലായില്ല. റബ്ബിനെ നമ്മൾ ഒരു ഭീകരനായി പരിചയപ്പെടുത്തി. അല്ലാഹു ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് ഭയങ്കര, അതിനേക്കാളും വലിയ അപരാധം പ്രബോധകന്മാർ ചെയ്തിട്ടില്ല. അവൻ ശിക്ഷിക്കൂലേ? ശിക്ഷിക്കണല്ലോ. ഈ രാജ്യത്തെ നികുതി പണം കൊണ്ടല്ലേ ഇവിടെ ജയിലുണ്ടാക്കുന്നത്, വടിയും കൊണ്ട് പോലീസുകാരെ നടത്തുന്നത്. അതുകൊണ്ടല്ലേ ആമം വാങ്ങുന്നത്, നികുതി പണം കൊണ്ട്. കയ്യിന് ആമം വെക്കുന്ന ആമം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് ഈ രാജ്യം ഒരു ക്രൂരമായ രാജ്യം എന്ന് പറയാൻ പറ്റുമോ? അതിവിടുത്തെ വ്യവസ്ഥകൾ കൃത്യമായി പോകണമെങ്കിൽ അതൊക്കെ ആവശ്യമല്ലേ? ഇന്ത്യ രാജ്യം ക്രൂരമാണ്, എന്തുകൊണ്ട് ഇവിടെ ജയിലുണ്ട്, അങ്ങനെ ആരെങ്കിലും പറയലുണ്ടോ? ഇന്ത്യ രാജ്യം ക്രൂരമാണ്, ഇവിടെ പോലീസുകാരുണ്ട്, അങ്ങനെ ആരെങ്കിലും പറയാറുണ്ടോ? എല്ലാവരും എന്താ പറയുക, എൻ്റെ രാജ്യം പോലെ രാജ്യമില്ല. സത്യമാണ്, ലോകത്തെ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യയാണ്. ഇന്നും ഈ രാവിലെയും ഈ സുബ്ഹിഹത്തിലും ലോകത്തെ ഏറ്റവും വലിയ രാജ്യം, ഏറ്റവും നല്ല രാജ്യം ഇന്ത്യയാണ്. അല്ലാഹ് ഈ നന്മ ഇവിടെ നിലനിർത്തി തരട്ടെ. ഞാൻ ഈ രാജ്യത്തെ നന്മ മാത്രം കാണുന്ന ആളാണ്. പിന്നെ എന്തിനും തിന്മ ഉണ്ടാവില്ലേ? ചിന്തിക്കണം, ചിന്തിക്ക്. അപ്പൊ ഇങ്ങനത്തെ ഒരു രാജ്യത്ത് ജയിലുണ്ടായതുകൊണ്ട് രാജ്യം ക്രൂരമാവില്ലല്ലോ.